ഇതെല്ലാ പ്രവർത്തകരെയും ഇരുത്തി പറയേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സംഗമത്തിലുള്ള പ്രവർത്തകരോട് പറയുകയാണ്, നാം നമ്മുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറ്റണം. നമ്മിൽ തന്നെ ഒരു പാരഡിം ഷിഫ്റ്റ് ആവശ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാമിനെ ലോകത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മോട് സഹകരിക്കാവുന്ന ഒരുപാട് ആളുകൾ ധാരണ പിശകുകൾ കൊണ്ടും ഭൗതിക ചിന്ത വർദ്ധിച്ചത് കൊണ്ടും മാറി നിൽക്കുന്നുണ്ട്. അവരെ മുഴുവനായി പ്രസ്ഥാനത്തിൻ്റെ CIC എന്ന പുതിയ ലേബലിലേക്ക് അടുപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു പുതിയ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ആദ്യം രൂപപ്പെടുത്തേണ്ടത്. നാം പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ തന്നെ എല്ലാം മാറിക്കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ മാറ്റം എന്നതാണ് ഒന്നാമതായി നിൽക്കേണ്ടത്. നാം നമ്മളെ തന്നെ മാറ്റുന്നു, നമ്മുടെ നയതന്ത്രങ്ങൾ മാറ്റുന്നു, നമ്മുടെ പ്രവർത്തന രീതി മാറ്റുന്നു, നമ്മുടെ വീക്ഷണം മാറ്റുന്നു, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ മാറ്റം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ്, നിങ്ങൾ 2023 എന്നൊക്കെ പറഞ്ഞു, അത്രയൊന്നും പോണ്ട, 2020-ലും 2021-ലും നമ്മുടെ സംഘടനയ്ക്ക് അഭൂതപൂർവമായ ഒരു വളർച്ച ഉണ്ടാകും. അതിനുവേണ്ടി എല്ലാവരും ഒന്നിച്ചൊരുമിച്ച് മെയ്യും കയ്യും മറന്ന് പണിയെടുക്കണം എന്നതാണ് ഒരു വിഷയം ഞാൻ പറയുന്നത്. നേതാക്കന്മാർക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കാനും മറ്റുമുള്ള കാഴ്ചപ്പാട് ഉണ്ട്, അതവർ ചെയ്തുകൊള്ളും. പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യമാകണം. നമ്മൾ അത്യാവശ്യത്തിന് ഒരു 1500 ആളുകളുടെ സംഘടനയല്ലേ, ഇനി എന്തിനു വളരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് അള്ളാഹുവിൻ്റെ പ്രകാശം, ഈ പ്രകാശം എല്ലാവർക്കും എത്തിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭൂപ്രദേശത്ത്, ഒരു സമൂഹത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയണം. അസോസിയേഷൻ്റെ ഭാരവാഹിയായി കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. ചിലതൊക്കെ വിജയിച്ചു. അതുവരെ റൂമുകളിൽ നടന്നിരുന്ന നമ്മുടെ യോഗത്തിന് ഒരു ഹാൾ ഉണ്ടായത് അതിൽപ്പെട്ട ഒന്നാണ്. ഒരു ഹാളിൽ ഒന്നിച്ചിരിക്കാനുള്ള സംവിധാനം. ആ ഹാളിൻ്റെ മുകൾ പ്രവർത്തകരിൽ സന്നദ്ധ സംഘടന രൂപപ്പെടുത്തണം എന്ന് ചിന്തിച്ചപ്പോൾ അവർക്കൊന്നായി കളരി പരിശീലിപ്പിക്കാൻ ആ ഫ്ലാറ്റിൻ്റെ ടെറസ് ഉപയോഗപ്പെടുത്തി എന്നത് മറ്റൊന്നാണ്. മാറിയ ചിന്തകൾ, അതിനു മുൻപുണ്ടായിരുന്ന ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകൾ, അത് ചിന്ത ഒരാളുടെ അടുത്ത് നിന്ന് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിൻ്റെ എല്ലാം സൽഫലങ്ങൾ ഇപ്പോഴും അസോസിയേഷൻ അനുഭവിക്കുന്നു. നമ്മുടെ വളണ്ടിയർ കോർ പണ്ടുണ്ടായിരുന്നതിൽ തന്നെ തുടരുന്നതിന് പകരം അത് നിങ്ങൾ വ്യവസ്ഥാപിതമായി ഒന്നുകൂടി പരിഷ്കരിച്ച് കൊണ്ടുവന്ന്, വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ നട്ടെല്ലാണ് എന്ന ബോധ്യത്തോടു കൂടി അതിനെ പ്രവർത്തന രംഗത്തേക്ക് കുറച്ചുകൂടി കൊണ്ടുവരണം. ആവശ്യമുള്ളപ്പോൾ വിളിച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിന് പകരം അവർക്ക് നിരന്തരമായി ട്രെയിനിങ് കൊടുക്കണം. അവരിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉൾക്കൊള്ളണം. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ വളണ്ടിയർ കോർ നമുക്ക് ശരിപ്പെടുത്താം. ഇന്ന് അൽഹംദുലില്ലാഹ് അസോസിയേഷൻ്റെ വലിപ്പം അനുസരിച്ച് ഹാളുകളെല്ലാം ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ വലുതിന് ഇപ്പോൾ വലിയ വാടകയാണ്. അങ്ങനെ ചിന്തിക്കേണ്ട. ചെറുതായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം.